നാൻസി റാണി സിനിമയുടെ പ്രമോഷനുമായി സഹകരിക്കാത്തതിന് പിന്നിലെ കാരണം വ്യക്തമാക്കി അഹാന കൃഷ്ണ. സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസുമായുള്ള ഭിന്നതയാണ് കാരണം. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരുന്നുവെന്നും പലപ്പോഴും മദ്യപിച്ചായിരുന്നു സെറ്റിലെത്തിയിരുന്നതെന്നും അഹാന പറഞ്ഞു. സിനിമയെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തയാളാണ് ജോസഫ് മനു. യാതൊരു പ്രൊഫഷണലിസവും ഇല്ലാത്ത സെറ്റായിരുന്നു നാൻസി റാണിയുടേതെന്നും അഹാന പറയുന്നു. സംവിധായകന്റെ തെറ്റുകൾ മറയ്ക്കാൻ തനിക്കെതിരെ വാസ്തവരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുക പതിവായിരുന്നുവെന്നും അഹാന ആരോപിക്കുന്നു. 2023 സംവിധായകൻ അന്തരിച്ചതിനെ തുടർന്ന് ഭാര്യ നൈനയായിരുന്നു സിനിമയുടെ പ്രൊഡക്ഷൻസും റിലീസിന്റെ കാര്യങ്ങളും നോക്കിയിരുന്നത്. സിനിമ റിലീസിന് ഒരുങ്ങുന്നതിനിടയിൽ നായിക അഹാന സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കുന്നില്ലെന്ന് പരസ്യമായി ആരോപിച്ച് നൈന രംഗത്ത് വന്നു. ഇതോടെയാണ് പ്രശ്നങ്ങൾ വഷളായത്. അഹാന പുറത്തുവിട്ട പ്രസ്താവനയുടെ ഹ്രസ്വരൂപം ഇതാണ്: നാൻസി റാണി വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്. വളരെ നീണ്ട പോസ്റ്റാണ്, അതിനാൽ അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രം വായിക്കുക. ചുരുക്കി പറഞ്ഞാൽ, സംവിധായകനും അദ്ദേഹത്തിന്റെ ഭാര്യയുമായി പ്രൊഫഷണലും വ്യക്തിപരവുമായ വിഷയങ്ങളിൽ എനിക്ക് അസുഖകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായ വിഷയം എന്തെന്ന് വെച്ചാൽ, ഷൂട്ടിങ്ങിനിടെ അവരുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകൾ മറച്ചുവെക്കാൻ വേണ്ടി അവർ എന്നെക്കുറിച്ച് വളരെ തെറ്റായതും മോശവുമായ നുണ പ്രചരിപ്പിച്ചു എന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ എന്റെ പ്രസ്താവനയുടെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് ക്ലിക്ക് ബൈറ്റുകൾക്കായി അസുഖകരമായ തലക്കെട്ടുകൾ കൊടുത്ത് പ്രചരിപ്പിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള എന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രതികരണമായിരിക്കും ഇത്. നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ഞാൻ സഹകരിക്കുന്നില്ല എന്ന ആരോപണത്തിന് എന്റെ മറുപടിയാണ് ഈ കുറിപ്പ്. ഇത്രയും ദിവസമായി ഞാൻ എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായി പറഞ്ഞാൽ, ഇതിനെക്കുറിച്ച് സംസാരിക്കണോ അതോ ഇതെല്ലാം എന്റെ മനസ്സിലിരുന്നാൽ മതിയോ എന്ന് തീരുമാനിക്കാൻ ഇത്രയും ദിവസമെടുത്തു. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും എനിക്ക് 2023 അന്തരിച്ച സംവിധായകൻ മനു ജെയിംസിനെ കുറിച്ചും എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ നൈനയെക്കുറിച്ചും പറയേണ്ടി വരും. നിർഭാഗ്യവശാൽ എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ അത്ര സുഖകരമല്ല. അവരുമായി എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മരിച്ച ഒരാളെക്കുറിച്ച് പരസ്യമായി മോശമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. നൈനയെക്കുറിച്ച് പറയുമ്പോൾ അവർ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരാളായതിനാൽ അവർ ചെയ്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല. കൂടാതെ സത്യം എന്നും അതിന്റെ വഴി കണ്ടെത്തുമെന്നും ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ നൈന പരസ്യമായി എനിക്കെതിരെ നിരവധി നുണകളും തെറ്റായ ആരോപണങ്ങളും ഉന്നയിക്കുകയും എന്നെ ഒരു പ്രൊഫഷണൽ അല്ലാത്ത, ധാർമ്മികതയില്ലാത്ത, സഹാനുഭൂതിയില്ലാത്ത വ്യക്തിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരും പ്രധാനമായി നാൻസി റാണിയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചവരും എന്നെപ്പോലെ സമാനമായ മോശം അനുഭവങ്ങൾ നേരിട്ടവരുമായ പലരും എനിക്ക് പറയാനുള്ളത് പറയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. എന്നെ സ്നേഹിക്കുന്നവരുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് എനിക്കെതിരെ ഇങ്ങനെ അവർക്ക് തോന്നുന്ന വിധം നുണകൾ പടച്ചുകൊണ്ടിരുന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ എന്നെപ്പറ്റി മോശമായ ഒരു പ്രതിരൂപം സൃഷ്ടിക്കപ്പെടും എന്നതാണ്. 2020 ഫെബ്രുവരിയിലാണ് നാൻസി റാണിയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. തുടക്കം മുതൽ തന്നെ ചിത്രത്തിന്റെ സംവിധാനത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നിർഭാഗ്യവശാൽ സംവിധായകന് വേണ്ടത്ര അനുഭവ പരിചയമില്ലായിരുന്നു. കൂടാതെ സംവിധാനവും നിർമ്മാണവും സ്വന്തമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഞാനും മറ്റു ചില സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെ ഞങ്ങളിൽ പലരും മനുവിനോട് പരിചയസമ്പന്നനായ ഒരു അസോസിയേറ്റ് ഡയറക്ടറെയും പ്രൊഡക്ഷൻ കൺട്രോളറെയും നിയമിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യാൻ കഴിയുന്ന ഒരു പരിചയസമ്പന്നനായ അസോസിയേറ്റ് ഡയറക്ടറെയും പ്രൊഡക്ഷൻ കൺട്രോളറെയും നിയമിച്ചാൽ പ്രശ്നം തീരുമായിരുന്നെങ്കിലും എല്ലാം സ്വയം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. തുടക്കത്തിൽ തന്നെ നേരിട്ട പല പ്രശ്നങ്ങൾക്കിടയിലും ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ ജോലികളെയും പോലെ സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും തന്നെ ഈ പ്രൊജക്ടിനെയും സമീപിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഞാൻ സ്നേഹബഹുമാനങ്ങളോടെയാണ് സമീപിക്കുന്നത്. 2020 ഒക്ടോബറിൽ ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ ഈ സിനിമയോട് കാണിച്ച ആത്മാർത്ഥത നിങ്ങൾ ഏവരും ഓർക്കുന്നുണ്ടാവും. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കാൻ ഞാൻ 2 മുൻനിര താരങ്ങളോട് വ്യക്തിപരമായി അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ന് നിങ്ങളിൽ പലർക്കും ഈ പ്രൊജക്ടിനെ കുറിച്ച് അറിയാമെങ്കിൽ അതിന് കാരണം ഈ പോസ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ അത്ര നന്നായി പ്രൊമോട്ട് ചെയ്തതുകൊണ്ടാണ്. അതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും മനുവിനൊപ്പം പ്രവർത്തിക്കാനും ഇതൊരു നല്ല പ്രൊജക്ടാക്കി മാറ്റാനും ഞാൻ ശ്രമിച്ചു. പക്ഷെ ദിവസം ചെല്ലുന്തോറും മനുവിനൊപ്പം വർക്ക് ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി വരികയായിരുന്നു. ഞാൻ ആദ്യം നേരിട്ട പ്രശ്നങ്ങളിൽ ചിലത് ഇവയായിരുന്നു. മനു പല ദിവസങ്ങളിലും മദ്യപിച്ച് സെറ്റിലേക്ക് വരുമായിരുന്നു. മനുവും അദ്ദേഹത്തിന്റെ ചില അസിസ്റ്റന്റ് ഡയറക്ടർമാരും കാരവാനിൽ ഇരുന്ന് മദ്യപിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും. ആ സമയത്ത് ഞാനും മറ്റു സാങ്കേതിക പ്രവർത്തകരും മറ്റ് അഭിനേതാക്കളും ഉൾപ്പെടുന്ന ഒരു മുഴുവൻ സെറ്റ് അവരുടെ ആഘോഷം കഴിഞ്ഞ് ഷൂട്ട് ആരംഭിക്കാൻ കാത്തിരിക്കുകയാവും. മറ്റു ക്രൂ അംഗങ്ങൾക്കൊപ്പം ഞാനും സെറ്റിൽ കാത്തിരിക്കുകയും ഷൂട്ടിംഗ് ആരംഭിക്കാൻ ആവശ്യപ്പെട്ട് മനുവിനോട് മെസ്സേജ് അയക്കുകയും ചെയ്ത നിരവധി സന്ദർഭങ്ങളുണ്ട്. ഇതിന് എന്റെ കയ്യിൽ വാട്സപ്പ് ചാറ്റ് തെളിവുണ്ട്. സെറ്റിൽ മദ്യപിച്ചിരിക്കുകയാണെന്ന് മനു സമ്മതിച്ചതിന്റെ ചാറ്റ് തെളിവും എന്റെ കയ്യിലുണ്ട്. 2020 ഫെബ്രുവരി മുതൽ 2021 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ കുറെ ദിവസം ഷൂട്ട് ചെയ്തെങ്കിലും ഷൂട്ട് പൂർത്തിയായില്ല. സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ മനുവിന് വ്യക്തതയോ ഉദ്ദേശമോ ഇല്ലായിരുന്നു.
ഷൂട്ടിങ്ങിന്റെ പ്രക്രിയയിൽ മുഴുവൻ തികഞ്ഞ പ്രൊഫഷണലിസത്തിന്റെ അഭാവമായിരുന്നു നിഴലിച്ചിരുന്നത്. അയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഷൂട്ടിംഗ് ആരംഭിക്കുകയും നിർത്തുകയും ചെയ്യും. മറ്റെല്ലാ അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും പുള്ളിയുടെ യുക്തിരഹിതമായ ഷെഡ്യൂളുകൾ അനുസരിച്ച് വരികയും വർക്ക് ചെയ്യുകയും ചെയ്യണം. സാധാരണ സിനിമകൾക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാകും. ഈ സെറ്റിൽ ഒരു ഷെഡ്യൂളും ഉണ്ടായിരുന്നില്ല. മനുവിന് തോന്നുമ്പോൾ തുടങ്ങുകയും തോന്നുമ്പോൾ നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷണലിസം ഇല്ലാത്ത ഷൂട്ടിംഗ് സെറ്റായിരുന്നു അത്. ഷൂട്ടിംഗ് കാലയളവിൽ എപ്പോഴും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. കൃത്യമായ കോസ്റ്റ്യൂം ഇല്ലാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് വ്യക്തതയില്ലാതെ കുറെ ആർട്ടിസ്റ്റുകൾ എപ്പോഴൊക്കെയോ വരികയും പോവുകയും ചെയ്യുന്ന, സംവിധായകന് തോന്നുമ്പോൾ ഷൂട്ട് ആരംഭിക്കുകയും തോന്നുമ്പോൾ നിർത്തുകയും ചെയ്യുന്ന, പണത്തിനോ സമയത്തിനോ ഒരു ബഹുമാനവും ഇല്ലാത്ത, അനാവശ്യമായ ഗോസിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, അരാജകത്വം നിറഞ്ഞു നിന്ന ഒരു സിനിമാ സെറ്റായിരുന്നു അത്. ഇങ്ങനെ തുടങ്ങി ദീർഘമായ പ്രത്യാരോപണങ്ങളാണ് അഹാന ഉന്നയിക്കുന്നത്. തന്നെക്കുറിച്ച് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ അമ്മയോട് നൈന പറഞ്ഞതായും പ്രസ്താവനയിൽ അഹാന പറയുന്നു. 2022 ഏപ്രിലിൽ നൈന എന്റെ അമ്മയെ വിളിച്ച് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അവരോട് ചോദിച്ചു, അഹാന ഡബ്ബ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മറ്റൊരാളെ കൊണ്ട് ഡബ്ബ് ചെയ്യിക്കുന്നതിന് മുൻപ് അവളോട് അക്കാര്യം പറഞ്ഞില്ല എന്ന്. സംസാരിക്കുന്നതിനിടെ ഞാൻ സെറ്റിൽ ഒട്ടും പ്രൊഫഷണൽ ആയിരുന്നില്ല എന്ന് നൈന അമ്മയോട് പറഞ്ഞു. ഞാൻ വളരെ പ്രൊഫഷണലായ വ്യക്തിയാണെന്നും എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആർക്കും അതിൽ വിയോജിപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നുമാണ് അമ്മ പ്രതികരിച്ചത്. ഒരുപാട് ദിവസങ്ങളിൽ നിങ്ങളുടെ ഭർത്താവ് സെറ്റിൽ മദ്യപിക്കുകയും എല്ലാവരെയും കാത്തിരുത്തുകയും ചെയ്ത കാര്യം അമ്മ നൈനയെ ഓർമ്മിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആരോപണമാണ് നൈന ഉന്നയിച്ചത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ ഭർത്താവ് മദ്യം മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ, നിങ്ങളുടെ മകൾ മയക്കുമരുന്നിന് അടിമയാണ് എന്ന്. മകളെക്കുറിച്ച് ഇത്തരമൊരു വാസ്തവരഹിതമായ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് കേട്ട് ഞെട്ടിപ്പോയ എന്റെ അമ്മ സൂക്ഷിച്ചു സംസാരിക്കണം, ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് അവരോട് പറഞ്ഞിട്ട് അമ്മ കോൾ കട്ട് ചെയ്തുവെന്നും അഹാന പറയുന്നു. 2023 ഫെബ്രുവരി 25 ജോസഫ് മനു ജെയിംസിന്റെ വിയോഗം. മഞ്ഞപ്പിത്തം ബാധിച്ചായിരുന്നു മനു മരിച്ചത്. നാൻസി റാണി റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു മനുവിന്റെ അപ്രതീക്ഷിത വിയോഗം. ഐ ആം ക്യൂരിയസ് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ച മനു മലയാളം, കന്നഡ, ഇംഗ്ലീഷ് സിനിമകളിലും സഹസംവിധായകനായി പ്രവർത്തിച്ചു. മമ്മൂട്ടി ആരാധികയായ ഒരു സിനിമാ മോഹിയുടെ കഥ പറയുന്ന ചിത്രമാണ് നാൻസി റാണി. മനുവിന്റെ മരണശേഷം സിനിമയുടെ ചുമതല ഭാര്യ നൈന ഏറ്റെടുക്കുകയായിരുന്നു. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്ന പ്രസ് മീറ്റിൽ അഹാന പങ്കെടുത്തിരുന്നില്ല. സിനിമയിലെ മറ്റു താരങ്ങളായ അജു വർഗീസ്, സോഹൻ സിനുലാൽ, ദേവി അജിത് എന്നിവർ പ്രസ് മീറ്റിൽ പങ്കെടുത്തിരുന്നു. ഈ വേദിയിൽ വെച്ചാണ് അഹാന സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കുന്നില്ല എന്ന വിവാദ വെളിപ്പെടുത്തൽ നൈന നടത്തിയതും വിഷയം വലിയ ചർച്ചയായതും.